വാതിലിന്റെ പുറകിൽ കള്ളിപ്പൂച്ചയാണോ അതോ എന്റെ അമ്മുക്കുട്ടിയോ? മുത്തശ്ശിയുടെ കുറുമ്പി എന്താ ഇത്ര നേരമായിട്ട് ഉറങ്ങിയില്ലേ? അതെന്താ ഉറക്കം വരുന്നില്ല? മോളിതാ മുത്തശ്ശിയുടെ മടിയിലിരിക്കെ. എന്റെ മോൾക്ക് വേഗം ഉറക്കം വരും. ദേ മുത്തശ്ശിയെ ഒരു കഥ പറഞ്ഞുതരോ? കഥയോ? എന്ത് കഥയാ? രാജാവിന്റെ കഥ മതിയോ? രാജാവിന്റെ രാജനോടെയും കഥയൊന്നും വേണ്ട, പുതിയത് മതി. ഈ മോള് കേക്കാത്തത് പുതിയതല്ലേ? പറഞ്ഞു തരാം. പുതിയ കഥ മുത്തശ്ശി പറഞ്ഞു തരാം. പണ്ട് പണ്ട് അങ്ങ് ദൂരെ ഒരിടത്ത് ഒരു ഭ്രാന്തണ്ടായിരുന്നു. ഭ്രാന്തനെന്തിനാ മുത്തശ്ശി പേടിച്ചേ? അതോ, അയാൾ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എണീറ്റില്ലേ, അപ്പൊ അയാൾക്ക് ഭ്രാന്തില്ലായിരുന്നു. ആ മുറിയിലെ ഇരുട്ടും നിശബ്ദതയും കണ്ട് പേടിച്ചതാ അയാള്. അതാരാ ഭ്രാന്തനെ വിളിച്ചത് മുത്തശ്ശിയെ? നീ എവിടേക്കാ നോക്കണം? ഇങ്ങോട്ട് നോക്ക്. അതേടാ, ഞാൻ തന്നെ, നിന്റെ ചങ്ങല. എനിക്ക് പോണം, എന്നെ പോകാൻ അനുവദിക്കണം. എങ്ങോട്ട് പോവാൻ? അങ്ങനൊന്നും പോവാൻ പറ്റില്ല. ഈ വീട്ടിലകത്തേക്ക് മാത്രമേ വഴിയുള്ളൂ, പുറത്തേക്കില്ല. അതൊന്നും പറഞ്ഞാ പറ്റില്ല, എനിക്ക് പോണം. ശരി, നീ പുറത്തേക്ക് പോയെന്ന് തന്നെ വിചാരിക്ക. കാര്യമില്ല, അധികം വൈകാതെ ഇവിടെ തന്നെ വരേണ്ടി വരും. അതെങ്ങനെ?
നീ ഒന്ന് ചെവി ഓർത്ത് നോക്കി, വല്ലതും കേൾക്കണുണ്ടോ? ആ, അവിടെ ആരോ ഓടക്കുഴല് വായിക്കുന്നു. അതൊരാളല്ല, നിന്നെ കാത്തിരിക്കുന്ന ലോകാണ്. ആ ഓടക്കുഴൽ നാദം നിന്നോടുള്ള ലോകത്തിന്റെ സഹതാപവും. നീ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചു കേട്ടെ, വേറെ വല്ലതും കേൾക്കുന്നുണ്ടോ നിനക്ക്? ഇതാണ് നിന്നെ കാത്തിരിക്കുന്ന പുറം ലോകം. അതൊക്കെ പോട്ടെ, നീ ആരാ? ഞാനോ? ഞാനാരാണെന്നല്ലേ താൻ കർണൻ എന്ന് കേട്ടിട്ടുണ്ടോ? ആരാ മുത്തശ്ശി കർണൻ? ഇതൊരു സത്യാണ്. മോള് ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളും ഇതിലുണ്ട്. ഇത് മോളെടുത്തോളൂ. മോളുടെ ജീവിതത്തെ ഈ സത്യം മുന്നോട്ട് നയിക്കും. മോളെന്താ ചോദിച്ചേ? കർണൻ ആരാന്ന് അല്ലേ? സ്വന്തം സഹോദരങ്ങൾക്കായി തന്റെ ജീവനായ കവചകുണ്ടലങ്ങൾ പോലും ദാനം ചെയ്തവനാണ് കർണൻ. ഒടുവിൽ ആ സഹോദരങ്ങൾ തന്നെ കൊന്നു, അതും ചതിയിലൂടെ. അപ്പൊ കുടുംബക്കാര് തന്നെ പണി തന്നു അല്ലേ തനിക്ക്? അതുകൊണ്ടാണ് ഞാൻ തന്നോട് പറയണേ, എന്നെ ദയവ് ചെയ്ത് പോകാൻ അനുവദിക്കണം. എടോ ഭ്രാന്ത, ക്ഷമിക്കണം. എടോ കർണ, തന്നോട് എനിക്ക് സഹതാപമുണ്ട്. പക്ഷെ ഞാൻ നിസ്സഹായനാണ്. എല്ലാവരും കാണുന്നത് ഭ്രാന്തനെ ബന്ധിച്ചിരിക്കുന്ന ചങ്ങലയുടെ ഇങ്ങേയറ്റാണ്. പക്ഷേ ചങ്ങലയെ ബന്ധിച്ചിരിക്കുന്ന അങ്ങേയറ്റം ആരും കാണില്ല. ആ ബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ ഞാൻ എന്നേ ഇവിടെ ഓടിപ്പോയനെ. സ്വയം രക്ഷപ്പെടാൻ കഴിയാത്ത ഞാൻ എങ്ങനെയാണ് മറ്റൊരാളെ രക്ഷിക്കുക? അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം കൂട്ടുകാരെ. നമ്മളിരുവരും ഒരുപോലെ ബന്ധിക്കപ്പെട്ടവരാണ്. എടി അമ്മു, നിനക്ക് ഈ പാതിരാത്രിക്ക് ഇവിടെ എന്താ കാര്യം? ഇങ്ങ് വാ. ഞാൻ കഥ കേൾക്കാൻ വന്നതാ. പാതിരാത്രിക്കല്ലേ ഒരു കഥ? വന്ന് കിടന്ന് ഉറങ്ങാൻ നോക്കടി. കൃഷ്ണ, എല്ലാവരും കാണുന്നത് ഭ്രാന്തനെ ബന്ധിച്ചിരിക്കുന്ന ചങ്ങലയുടെ ഇങ്ങേയറ്റാണ്. പക്ഷേ ചങ്ങലയെ ബന്ധിച്ചിരിക്കുന്ന അങ്ങേയറ്റം ആരും കാണില്ല. ആ ബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ ഞാൻ എന്നേ ഇവിടെ ഓടിപ്പോയനെ. സ്വയം രക്ഷപ്പെടാൻ കഴിയാത്ത ഞാൻ എങ്ങനെയാണ് മറ്റൊരാളെ രക്ഷിക്കുക? അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം. നമ്മളിരുവരും ഒരുപോലെ ബന്ധിക്കപ്പെട്ടവരാണ്.